സാധനം നമ്മൾ കളിക്കാൻ പോണ ട്രെയിനിങ് സെക്ഷനിൽ പോയിട്ട് നന്നായിട്ട് നല്ല ഹെഡ്ഷോട്ടും നല്ലതൊക്കെ അടിക്കാൻ പഠിക്കണം. അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് നല്ലതൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. അതുകൊണ്ട് ഒരു ഏക്ക എടുത്തേക്കാം. സാധാരണ കിട്ടണ ഗൺസൊക്കെ എടുത്തിട്ട് അടിക്കാം. ഇവിടെ ബോഡിലൊക്കെ ആവുന്നുണ്ടല്ലോ. ഏക്ക എടുത്തിട്ട് ലോങ് റേഞ്ച് വെച്ചിട്ട് അടിക്കുന്നു. ഒരു ഹെഡ് കയറി ഗൈസ്. ഒരു ഹെഡ് കയറി. നമുക്ക് 2 ഏക്കയാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ ട്രെയിനിങ് സെക്ഷനിലോട്ടേക്ക് എങ്ങനെയും പോവാം. ഓടിയിലൊക്കെ ആവൂല എന്നാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ചെല്ലുമ്പത്തേക്കും ഈ ഏക്ക് ഇത്രേ ഉള്ളൂ. അവിടെ ഒരുത്തനുണ്ടെന്നാണ് ഗൈസ് തോന്നണേ. ഒരു ബണ്ണിയും കയ്യിലും എന്നെ അടിച്ചിട്ടിട്ട് പോയി. ഞങ്ങള് ഗ്രാൻഡ് മാസ്റ്ററാണ്. എന്തെങ്കിലും ഓർഡർ റിവൈവിനാവും ഞെക്കിയിട്ട് നമുക്ക് ചെക്കൻ അടിച്ച് വീഴ്ത്താം. അടിച്ച് പൊളി ചെക്കൻ അടിച്ച് പൊളി. ഏക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ചെക്കൻ നേരത്തെ ചത്താണ് കേസ്. കാരണം അറിയാലോ കേസ് ഏക്കേൻ്റെ പവർ. പുറകിനെ ഗ്ലൂ വാൾ ഇട്ട് അടിക്കാൻ നോക്കുമ്പോൾ ചെക്കനൊന്ന് വരട്ടെ കേസ്. ചെക്കണ്ടെങ്കിലും വയ്ക്കാം. ഒരു റീത്ത് ഡെസേർട്ട് എടുത്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ട് അല്ല. അപ്പം അവനല്ല ഗീസ് അടിച്ചേ. അവനായിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നേനെ ഗീസ്. പക്ഷെ അവനല്ല, പെട്ടുപോയി. കുഴപ്പമില്ല ഗീസ്. അന്നൊരു ലോങ് വീഡിയോ ഇടാനോ അല്ലേ അല്ല ഗീസ്. നമ്മൾ 1 ടാപ്പ് മോഡൊക്കെ ഓണാണ്. ഓക്കെ ഗൈസ്, ചെക്കന് ഭയങ്കര ജാടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്. ജാടയുടെ അങ്ങേറ്റാണ്. ലോങ് റേഞ്ച് രാജാവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, റിവൈവിനാവുമല്ല പോയിട്ട് ട്രെയിനിങ് സെക്ഷൻ. അതാണ് നമ്മുടെ ഗണ്ണിൻ്റെ ഏരിയ പോകും. ഓക്കെ, എടുത്തിട്ട് എത്ര ആൾക്കാരെ അടിച്ച് കൊല്ലാൻ പറ്റൂടാ. ഓക്കെ സെംറ്ററിനെല്ലാം നല്ല റേഞ്ചും എല്ലാം ഉണ്ടല്ലോ. ഓക്കേടെ, അപ്പം നമുക്ക് നേരെ ട്രെയിനിങ് പോവാം. എന്നിട്ട് നമുക്ക് M10 എടുത്തിട്ട് വീശാം. അതിന് മുമ്പ് ഒരുത്തം തന്നെ തട്ടി. വൈറ്റ് ബാങ്ക്
ചത്ത് ചത്ത് അവൻ ചത്ത് അവൻ ചത്ത് അവൻ ചത്ത് അവൻ ചാവണം. എനിക്ക് കാണണം. ഡേസേർട്ടില്ല, ഗ്രാവും എടുത്തിട്ടല്ലേ. ഹാക്കർ ഹാക്കർ ഹാക്കർ. എന്ത് പറ്റി? അടുത്തൊരു വീട് തന്നേരം എല്ലാവർക്കും ബൈ.